അത് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ തുടക്കത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ തന്നെ എന്താണ്, ധാരാളം ആളുകളുണ്ടാകും അല്ലേ. പൊതുവെ ഒരു ദർസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ധാരാളമായി വരും തുടക്കത്തിൽ. പിന്നീട് എന്തുണ്ടാവും, ആളുകൾ കൊഴിഞ്ഞു പോകും. അദ്ദേഹം ഖവായിദുൽ ഫിഖിയ തുടങ്ങിയപ്പോൾ ധാരാളം ആളുകളുണ്ടായിരുന്നു. പിന്നീട് എന്തായി, ആളുകൾ കൊഴിഞ്ഞ് അവസാനം ആ ദർസ് തീരുമ്പോൾ, ഖവായിദുൽ ഫിഖിയ ഗ്രന്ഥം തീരുമ്പോൾ അവസാനം ഒരൊറ്റ വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. ആരാണ് അല്ല, അദ്ദേഹം ദർസ് എടുക്കാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. ആരാണത്? അല്ല, അദ്ദേഹം ദർസ് എടുക്കുന്നുണ്ട്, പിന്നെ ദർസിലൊരാൾ. ആരാണ്? ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മഹാനായ പണ്ഡിതൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. അദ്ദേഹമാണ് എന്തുള്ളത്, അവസാനം ആ ദർസിനുള്ളത്. ആ ദർസ് തീർന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരാപ്പിൾ എന്ത് ചെയ്തു, സമ്മാനമായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ കൊടുത്തു. ഉസ്താദിനെ പോലെ തന്നെ വളരെ വിനയമുള്ള വ്യക്തിത്വമാണ് ആര്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. അദ്ദേഹം ഇത് ലഭിച്ചപ്പോൾ, ഈ ആപ്പിൾ ലഭിച്ചപ്പോൾ, നോക്കണം നമ്മുടെ മുൻഗാമികൾ അവർ ദുനിയാവിന് എത്രയാണ് വില കൊടുത്തത്, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ വിഷയത്തിൽ അവർക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് നോക്കണം. പക്ഷേ ദീനിയായ വിഷയങ്ങളിലോ നമ്മളെപ്പോഴും പറയും അല്ലാമ ഇബ്നു ഉസൈമീൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദായ അബ്ദുറഹ്മാൻ ഇബ്നു നാസർ സഅദിയോട് ചോദിക്കുകയാണ്, ഇത് പാകം ചെയ്തുകൊണ്ടാണോ ഞാൻ ഭക്ഷിക്കേണ്ടത്, അതല്ല ഇത് പച്ചക്കാണോ തിന്നേണ്ടത്? സുബ്ഹാനല്ലാഹ്, നോക്കൂ, ഒരാപ്പിളിനെ കുറിച്ച് പോലും അവർക്ക് ദുനിയാവിപരമായി നോക്കുമ്പോൾ അത് അറിയില്ല. അത് ആക്ഷേപിക്കപ്പെടേണ്ട കാര്യമാണോ? ഒരിക്കലുമല്ല. മറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ് എന്നാണ്. നോക്കണം, ഇവിടെ രണ്ട് പേരുടെ ഫضل നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തേത് ഒരു ഉസ്താദിൻ്റെ ഫضലാണ്. അഥവാ ആളുകൾ കൂടിയാലും കുറഞ്ഞാലും നമുക്കെന്താകാൻ പാടില്ല, നമുക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ഒരാളാണെങ്കിൽ ഒരാൾ, അത് ചെറിയ കുട്ടിയായിരുന്നാൽ പോലും ഒരാളാണെങ്കിൽ ആ ഒരാൾ മതിയാകുന്നതാണ് നമുക്ക്. ആൾ ബലമോ ആളുകൾ കൂടിയാലോ കുറഞ്ഞാൽ നമുക്കൊരു പ്രയാസവും തോന്നാൻ പാടില്ല. അതാണ് ഒന്നാമത്തേത്. ഉസ്താദിൻ്റെ ഭാഗം വെച്ച് നോക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു നാസർ സഅദി റഹിമഹുല്ലാ, ഇബ്നു ഉസൈമീനെ വെച്ച് നോക്കുമ്പോഴോ സബറാണത്. ദീനീപരമായ കാര്യങ്ങൾ പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സബർ നോക്കൂ. അദ്ദേഹം ആ ദർസിൻ്റെ അവസാനം വരെ അദ്ദേഹം മാത്രമാണുള്ളത്. സമാനമായ സംഭവം ഇബ്നു ഉസൈമീനും കാണാൻ സാധിക്കും. അദ്ദേഹം മസ്ജിദ് നബവിയിലെ ഉസ്താദാണ്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നയാളായിരുന്നു റഹിമഹുല്ലാ. അദ്ദേഹം ചില ദർസുകളിൽ പോയാൽ എന്താണ് അവസ്ഥ, ദർസ് എടുക്കാൻ ഒരാളും ഉണ്ടാവില്ല. ഇതാണ് അവരുടെ ജീവിത കാലഘട്ടം. ദർസ് എടുത്തു കൊടുക്കാൻ ഒരാളുണ്ടാകില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത കാരണം അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, അദ്ദേഹത്തിന് നിശ്ചയിച്ച സമയം എത്രയാണോ അത്രയും എന്ത് ചെയ്യും, അദ്ദേഹം അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ സമയം കഴിയുക ആ സമയത്തെ അദ്ദേഹം എന്ത് ചെയ്യാറുള്ളൂ, തിരിച്ചു പോകാറുള്ളൂ. റഹിമഹുല്ലാഹു അജ്മഈൻ. ഇങ്ങനെയായിരുന്നു സലഫുകൾ. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം.